സർ, കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കേരളത്തിലെ ഏക പൊതുമേഖലാ വിമാനത്താവളം, ഏറ്റവും കൂടുതൽ പ്രവാസികൾ ആശ്രയിക്കുന്ന വിമാനത്താവളം, വരുമാനത്തിലെ രാജ്യത്ത് മൂന്നാമത്തെ വിമാനത്താവളം, ഇങ്ങനെ ഒട്ടനവധി സവിശേഷതകളുള്ള ഈ വിമാനത്താവളം പലവിധ പ്രശ്നങ്ങളാൽ വികസന മുരടിപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വൈഡ് ബോഡി വിമാനങ്ങൾ എയർ ഇന്ത്യ, സൗദി, എമിറേറ്റ്സ് വിമാനങ്ങൾ സർവീസ് നടത്തിയിരുന്നു. റീകാർപ്പറ്റിങ്ങിന് വേണ്ടി വിമാനത്താവളത്തിൻ്റെ ഭാഗികമായ അടച്ചിടൽ, കോവിഡ്, വിമാനാപകടം തുടങ്ങി വിവിധ കാരണങ്ങളാൽ ഈ സർവീസുകൾക്ക് തടസ്സം നേരിട്ടു. വിമാനാപകടം കഴിഞ്ഞതിന് ശേഷം അത് സംബന്ധമായി പഠനം നടത്തിയ എക്സ്പെർട്ട് കമ്മിറ്റി നിലവിലുള്ള റസയുടെ നീളം 90 മീറ്ററിൽ നിന്ന് 240 മീറ്ററായി വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ വൈഡ് ബോഡി വിമാനങ്ങൾ ഇറക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് റിപ്പോർട്ട് ചെയ്തു. സർ, അതിനുവേണ്ടി ഏകദേശം 15 ഏക്കർ സ്ഥലം പുതുതായി കണ്ടെത്തേണ്ടി വന്നു. ഈ സ്ഥലം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ ഈ സ്ഥല വിട്ടു തന്ന ഉടമകളോട് ഇവിടെ ഞങ്ങളുടെ ജില്ലയുടെ മന്ത്രിയായ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹിമാൻ, ഞങ്ങൾ 2 MLA-മാർ, ജനപ്രതിനിധികൾ എല്ലാവരുടെയും മുമ്പിൽ ഈ സ്ഥലം വിട്ടുതരുന്ന ഉടമകൾ പറഞ്ഞത് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവശേഷിക്കുന്ന സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് അനുമതി ഉണ്ടാവണം. അതുപോലെ തന്നെ സ്ഥലം വിട്ടുതരുന്ന മുറക്ക് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ അത് വളരെ വേഗത്തിൽ റോഡ് ആക്സസ് അടക്കമുള്ള കാര്യങ്ങളിൽ തീർപ്പുണ്ടാവണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സ്ഥലമൊക്കെ വിട്ടുതരുന്നത്. സർ, ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അവിടെ 15 വീടുകൾ ഈ സ്ഥലം വിട്ടു തന്ന ഭൂവുടമകൾ അവർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല, ഒരു പ്രവൃത്തിയും നടത്താൻ സാധിക്കുന്നില്ല. എയർപോർട്ട് അതോറിറ്റി NOC നിഷേധിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഇടപെടണം. മാത്രമല്ല, റോഡ് ആക്സസ് അടക്കമുള്ള സൗകര്യങ്ങൾ അവർക്കൊരു ഒരു ദ്വീപിൽ കഴിയുന്നത് പോലെയാണ് 10-15 വീട്ടുകാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, അങ്ങനെ വഴി എവിടെയും പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അടിയന്തരമായിട്ട് ആ വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ ഉണ്ടാവണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ആ എയർപോർട്ട് പരിസരത്ത് താമസിക്കുന്ന തദ്ദേശവാസികൾ ഈ എയർപോർട്ടിൽ നിന്ന് ഒഴുകിപ്പോകുന്ന മലിനജലം അത് അവരുടെ കിണറുകളിലേക്കും വീടുകളിലേക്കും അടിച്ചു കയറുകയാണ്. അപ്പോൾ സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു ഡ്രൈനേജ് സിസ്റ്റം എയർപോർട്ട് അതോറിറ്റിയെ കൊണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. എയർപോർട്ട് അതോറിറ്റിയോട് ആ വിഷയം ആവശ്യപ്പെട്ട് അത് പെട്ടെന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ എയർപോർട്ടിൽ പാർക്കിംഗ് ഏരിയയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം, അവിടെ കരാറുകാരും യാത്രക്കാരും തമ്മിൽ എപ്പോഴും സംഘർഷമാണ്. അമിതമായ ചാർജ് കിടക്കാണ് കാർഗോ ഈ യാത്രക്കാരിൽ നിന്ന്. അതിന് പരിഹാരമുണ്ടാവണം. അതിൻ്റെ വികസനത്തിന് വേണ്ടി ഏകദേശം 15.5 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വളരെ മന്ദഗതിയിലാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവണം. സർ, അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്ന ഹാജിമാർ, കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ഹാജിമാർ മറ്റ് വിമാനത്താവളം, ഇപ്പോൾ കണ്ണൂരാവട്ടെ കൊച്ചിയാവട്ടെ, ആ വിമാനത്താവളത്തിൽ നിന്ന് നൽകുന്നതിനേക്കാളും 40,000 രൂപ അധികം കൊടുത്തിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഹാജിമാർക്ക് 40,000 രൂപ അധികം കൂലി കൊടുക്കണം, ചാർജ് കൊടുക്കണം. അത് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇടപെടണം. നമ്മുടെ പ്രിയപ്പെട്ട MP-മാർ ET മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കമുള്ള MP-മാർ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിച്ചതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സർ ഒറ്റ മിനിറ്റും കൂടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. ഇതുപോലെയുള്ള തദ്ദേശീയർ അനുഭവിക്കുന്ന വളരെ പ്രയാസകരമായ കാര്യങ്ങൾ, ഈ സ്ഥലം വിട്ടു തന്നു എന്നുള്ളത് കൊണ്ട് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിന് അടിയന്തരമായിട്ട് പരിഹാരം ഉണ്ടാവണം. ഈ റോഡ് ആക്സസ് അടക്കം അവർക്ക് നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങാനുള്ള അടിയന്തരമായുള്ള നടപടികളടക്കം ഗവൺമെൻറ് വളരെ സജീവമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വക്കം, ഹജ്ജ് തീർത്ഥാടന മന്ത്രി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് MLA അദ്ദേഹം ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ 2 കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. കോഴിക്കോട് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക, അതോടൊപ്പം തന്നെ അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്.
അദ്ദേഹം പറഞ്ഞ എയർപോർട്ടുമായി ബന്ധപ്പെട്ട വഴികളുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ യോഗം കളക്ടറേറ്റിൽ ചേരുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജില്ലയിലെ ഡെപ്യൂട്ടി കളക്ടറെ അതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതോടൊപ്പം തന്നെ ഹജ്ജുമായി അദ്ദേഹം പറഞ്ഞ ബന്ധപ്പെട്ട ടിക്കറ്റിങ്ങിൻ്റെ ഒരു കാര്യം, ഈ കാര്യത്തിൽ കേരള ഗവൺമെൻറ് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. കഴിഞ്ഞ തവണയും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു, അതിലും നമ്മൾ നല്ല രീതിയിൽ ഇടപെട്ടു. ഇത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അങ്ങേക്കറിയാം, പ്രവാസികളായിട്ടുള്ള മലയാളികൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കൂടിയാണ് ഈ ടിക്കറ്റ് വർധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കേരളത്തിലെ 2 എയർപോർട്ടുകളിൽ ചാർജ് കുറവാണ്, കോഴിക്കോട് നിന്ന് അധികമാണ്. ഈ വസ്തുത പരിഗണിച്ച് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർക്കൊക്കെ തന്നെ നമ്മൾ നേരിട്ട് പോയി കാണുകയും ബന്ധപ്പെട്ട നിവേദനങ്ങൾ നൽകുകയും കത്തയക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ റെയിൽവേ വികസനത്തിനായി 12.54 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് 2023 എയർപോർട്ട് അതോറിറ്റി കൈമാറിയിട്ടുണ്ട്. ഇതുകൂടാതെ റെയിൽവേ ലീഡിൻ ലൈറ്റും സോളാർ പവേർഡ് ഹസാർഡ് ലൈറ്റും സ്ഥാപിക്കുന്നതിനായി പള്ളിക്കൽ ചേലാമ്പ്ര വില്ലേജുകളിൽ നിന്നും കണ്ണമംഗലം വില്ലേജിൽ നിന്നുമായി 11.56 ഭൂമി ഏറ്റെടുക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമകൾ ചില ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം പരിഗണിച്ചാവും സർക്കാർ ഇതിൽ അന്തിമ തീരുമാനം എടുക്കുക. വിമാനത്താവള വികസനത്തിനായി 2047 436 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നുള്ള മാസ്റ്റർ പ്ലാൻ ലഭ്യമായിട്ടുണ്ട്. മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിന് സംയുക്ത പരിശോധന വേണമെന്ന് എയർപോർട്ട് അതോറിറ്റിയുടെ സാങ്കേതിക വിദഗ്ധർ കൂടി ഉൾക്കൊള്ളുന്ന ടീം രൂപീകരിക്കുന്നതിനും എയർപോർട്ട് ഡയറക്ടർ കത്ത് നൽകിയിട്ടുണ്ട്. യാത്രക്കാരുടെ സുരക്ഷിതത്വവും സൗകര്യവും മെച്ചപ്പെട്ട യാത്രാ അനുഭവവും എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിനായി ആഗമന കവാടത്തിലും വെസ്റ്റിബ്യൂൾസ് ക്രമീകരിച്ചിട്ടുണ്ട്. 24 അധിക ചെക്കിംഗ് കൗണ്ടർ, പുതിയ ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ഹോൾ ഏരിയ എന്നിവയും സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ 32 എമിഗ്രേഷൻ കൗണ്ടറുകൾ, ഇൻ്റർനാഷണൽ അറൈവലിനായി കൂടുതൽ എക്സിലേറ്റർ നിർമ്മാണം, ഡൊമസ്റ്റിക് അറൈവലുകൾ, കൂടുതൽ ലഗേജ് ബെൽറ്റുകൾ എന്നിവ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ടെർമിനൽ ബിൽഡിങ്ങിൽ കൂടുതൽ റിസർവ്ഡ് ലോഞ്ചുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് കോലാലംപൂർ, കോഴിക്കോട് കൊച്ചി അഗത്തി സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്രകാരം വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. ചോദ്യം. വിമാനത്താവളം അതിൻ്റെ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. സർക്കാരിൻ്റെ വലിയ തോതിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. സർ, ഇക്കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ പോലും ഒരു നയാ പൈസ പോലും വകയിരുത്തിയതായി കാണുന്നില്ല. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ വിമാനത്താവളത്തിന് 526.63 കോടി രൂപ അനുവദിച്ചതിന് പരാതിയില്ല. പക്ഷേ പൊതുമേഖലയിൽ സംസ്ഥാനത്ത് ആകെയുള്ള കരികെട്ടി വിമാനത്താവളത്തിന് തുക വകയിരുത്താത്തത് ദുഃഖകരമാണ്. വിമാനത്താവളത്തിന് ആവശ്യമായ ഫണ്ട് ബജറ്റ് മറുപടി പ്രസംഗത്തിൽ വകയിരുത്താൻ ബഹുമാനപ്പെട്ട ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകണമെന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, കേന്ദ്ര ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ഒരു എയർപോർട്ടാണ്. സാധാരണയായി ഇത്തരം എയർപോർട്ടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ആവശ്യമായ സമയത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൽ പണം നീക്കിവെക്കാറുണ്ട്. അങ്ങേക്കറിയാം, കഴിഞ്ഞ തവണ റിസ ഏരിയയ്ക്ക് വേണ്ടി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചപ്പോൾ ആ സമയത്ത് തന്നെ ഗവൺമെൻറ് അത് ബഡ്ജറ്റിൽ വകയിരുത്താതെ തന്നെ പണം നൽകുകയാണുണ്ടായത്. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ വികസനവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവുമെന്ന് അങ്ങേ അറിയിക്കുകയാണ്.